ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷുക്കട്ട റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വിഷുക്കട്ട റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാതെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളതാ ശർക്കരപ്പാനി കൂട്ടി കഴിക്കുന്ന വിഷുക്കട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 1/2 കപ്പ് റൈസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ കയ്യിൽ കുത്തരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പച്ചരി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, അത് കുതിർത്തൊന്ന് വെക്കുക 1/2 മണിക്കൂർ കേട്ടോ. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ ഇതാക്കുന്ന 2ാം പാലാട്ടോ ഇത്, 2-2.5 കപ്പ് ഉണ്ട്. പിന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള തമ്പാൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തേങ്ങാപ്പാൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നല്ല തേങ്ങ നല്ലോണം പിഴിഞ്ഞ് മിക്സിയിലിട്ടിട്ട് നല്ല പിഴിഞ്ഞെടുത്ത പാൽ തന്നെ എടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള പാലിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കും പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി അങ്ങ് വെച്ചേക്കാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്, വെന്ത് കഴിഞ്ഞിട്ടോ ചോറൊക്കെ നമ്മൾ അരി വെന്ത് കഴിഞ്ഞിട്ട്. ഞാൻ ഉണ്ടാക്കുന്ന 2ാം പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിള വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക കണ്ടോ. തിള വരുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതാ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വരും, നല്ല കുഴഞ്ഞ രീതിയിൽ നല്ല വെന്ത് കിട്ടും കേട്ടോ. അതാ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് കണ്ടോ. അതിൽ ഇട്ട പച്ചരി നന്നായിട്ട്, പച്ചരി അതിനെക്കൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. നമ്മളെ ചോറൊക്കെ വെന്തല്ലോ അതിലിട്ടെ. അപ്പോൾ പച്ചരി വെച്ചിട്ട് അതിനെക്കൊണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് നല്ല കഴിക്കാൻ. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം അങ്ങനെ പൊടിക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ. ഇനി ഇത് നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് നമ്മളെ ആദ്യത്തെ പാല്, അല്ല 2ാമത്തെ പാല് വേവിച്ചിട്ട് കേട്ടോ, തേങ്ങാപ്പാൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. 1 കപ്പ് പാലിൽ നമ്മൾ മാറ്റി വെച്ച അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. ചുക്കുപൊടിയും ജീരകപ്പൊടിയും മിക്സാക്കി വെച്ചാട്ടോ അത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇത് നന്നായിട്ട് വറ്റി വരണം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാട്ടോ ഉണ്ടാക്കിയത്, എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് അടുക്കി പിടിക്കാതെ ഇങ്ങനെ കുറുക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉരുളി കയ്യിലുണ്ടെങ്കിൽ, ചെറിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള ചട്ടിയിലേ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വറ്റി നല്ല രീതിയിൽ വറ്റി വരണം കേട്ടോ. നമ്മളതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലേക്ക് ആകുമ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയിലോ അല്ലെങ്കിൽ പിന്നെ ഫോയിലോ വെച്ചിട്ട്, ഞാൻ ഫോയിലാട്ടോ എടുത്തത്, എൻ്റെ കയ്യിൽ വാഴൻ്റെ ഇലയില്ല, അല്ലെങ്കിൽ റൗണ്ടുള്ള സ്റ്റീലിൻ്റെ പാത്രമല്ല പ്ലേറ്റ് വക്കുള്ള അതിൽ ആക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് ആക്കിയെടുത്താലും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ നമുക്ക്. അപ്പോൾ അതാ ഞാനിതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. 1ാം പാൽ നന്നായിട്ട് ഇതിൽ കുടിച്ച് വരണം. നല്ല മണം കിട്ടും. അപ്പോൾ ആ ജീരകത്തിൻ്റെ സ്മെല്ലും തേങ്ങാപ്പാലിൻ്റെ ആ മണം നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ. ആ ശർക്കരപ്പാനി കൂട്ടിയായിട്ടാണ് കഴിക്കേണ്ടി. ഇതാക്കുന്നത് ഞാൻ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇതാക്കുന്നത് ഇങ്ങനെ റെഡിയാക്കി വെക്കുക നല്ല കട്ടിയിൽ കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വിഷുക്കട്ട റെഡിയാകണം, അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കുക കേട്ടോ. എല്ലാവരും ഈ വിഷുവിന് എല്ലാവരും തയ്യാറാക്കി നോക്കിട്ടോ. അപ്പോൾ അതാക്കുന്നത് ഞാൻ ഫോയിൽ കുറച്ച് എണ്ണ തടവിട്ടുണ്ട്, അല്ലെങ്കിൽ നെയ്യായിട്ടാണ് ഞാൻ തടവി കൊടുത്തത്, അല്ലെ വെളിച്ചെണ്ണ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാനിതാ നമ്മളെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതാക്കുന്ന നമ്മളെ മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. വാഴൻ്റെ ഇലയാകുമ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ. നമ്മളിത് തുറക്കുമ്പോൾ നല്ല ഇലൻ്റെ സ്മെല്ലും തേങ്ങാപ്പാലിൻ്റെ ഇതും എല്ലാം കൂടി വരുമ്പോൾ നല്ല സ്മെല്ലാക്കിയത് തുറക്കും, നല്ല ടേസ്റ്റ് ആക്കിയത് കഴിക്കാൻ കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ലതല്ലേ. നമ്മൾ ചോറൊക്കെ ഇങ്ങനെ വാഴൻ്റെ ഇലയിൽ പൊതിയുമ്പോൾ നല്ലതല്ലേ, അതേപോലെ ഉണ്ടാവും നമ്മൾ ഈ വിഷുക്കട്ടയെ വാഴൻ്റെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഫോയിലെടുത്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ മടക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാവും, അപ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചേക്കുക. ഫ്രിഡ്ജിൽ വേണേൽ താഴോട്ടൊന്ന് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അന്ന് നന്നായിട്ട് തണുപ്പായതിന് ശേഷം എടുക്കുക കേട്ടോ. ഇനി ഇതാ നമ്മളെ ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വിഷുക്കട്ട. ഇനി കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ നല്ല കട്ടി ശർക്കരപ്പാനിയിൽ മുക്കിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെയും കഴിക്കട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ തേങ്ങാപ്പാൽ തന്നെ അത് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രഷ് തേങ്ങ എടുത്തിട്ട് തന്നെ പിഴിഞ്ഞിട്ടുണ്ടാക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ കുത്തരിക്കാണെങ്കിൽ കുറച്ചുകൂടി വേവുണ്ടാവും. പച്ചരി എടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പച്ചരി പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുക്കട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ ആ ശർക്കരപ്പാനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഇനി സ്പൂൺ കൊണ്ട് ഇങ്ങനെ
കഷ്ണാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈസി റെസിപ്പി ആട്ടോ. ഇനി നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ബൈ. അസ്സലാമു അലൈക്കും.